ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാനൊരു ഫേസ് വാഷ് പൗഡറാണ് കാണിക്കാൻ പോകുന്നത്. മുഖത്തിന് നല്ല കളർ വരാൻ വേണ്ടിയിട്ടും പിന്നെ ഡ്രൈ ആവാതെ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് പൗഡറാണ് കേട്ടോ ഇത്. വെറും 4 ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 2-3 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇത്. ഞാൻ ആദ്യം ഒരു ഫേസ് വാഷ് പൗഡറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലാണ്. കാരണം അത് നമ്മുടെ മുഖത്തിന് ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ്. അത് നല്ല സംഭവമാണ് കേട്ടോ. കുറച്ചധികം പ്രോബ്ലംസ് സ്കിന്നിലുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ പൗഡർ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ആ പ്രോബ്ലംസൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ പിന്നീട് ഈ പൗഡർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ആ ഫേസ് വാഷ് പൗഡറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഓട്സ് ആണ് കേട്ടോ. ഫേസ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഓട്സ്. മാത്രമല്ല മുഖത്തിന് നല്ല കളർ വയ്ക്കാനും മുഖത്ത് പിമ്പിൾസൊക്കെ വന്ന പാടുകളൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. മെയിനായിട്ട് വേണ്ടത് ഈ ഓട്സ് ആണ് കേട്ടോ. അടുത്ത സംഭവം പാൽപ്പൊടിയാണേ. പാൽപ്പൊടി നമ്മൾ ഓട്സ് എത്ര എടുത്തോ അതിൻ്റെ പകുതി വേണം പാൽപ്പൊടി എടുക്കാനായിട്ട്. പാൽപ്പൊടി മുഖത്തിന് നല്ല കളർ വയ്ക്കാനും മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. ബ്രാൻഡൊന്നും ഇല്ല കേട്ടോ, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം പാൽപ്പൊടി. ഇനി വേണ്ടത് കുറച്ച് അവലാണ്. അവലെന്ന് പറയുമ്പോൾ നമ്മുടെ റെഡ് റൈസിൻ്റെ അവലില്ലേ, നല്ല തവിടുള്ള അവൽ, അതാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് റെഡ് റൈസിൻ്റെതില്ല, നല്ല വെള്ള കളറിലെ അവലാണുള്ളത്. മുഖത്തിന് കളർ വയ്ക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയുടെ പാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നൽകുന്നൊരു സംഭവമാണ് ഈ അവൽ. നമ്മൾ ഓട്സ് എത്ര എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ അവലും എടുക്കണേ. രണ്ടും ഈക്വൽ ആയിരിക്കണം, ഓട്സും അവലും. ഇനി വേണ്ടത് കടലമാവാണ്. കടലമാവ് നമ്മൾ ഓട്സ് എടുത്തതിൻ്റെ 1/4 ഭാഗമാണ് കടലമാവ് എടുക്കേണ്ടത്. അതായത് 1/4 ഭാഗം കടലമാവാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഒരുപാട് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പാൽപ്പൊടി എടുക്കുന്ന അത്രയും തന്നെ, അതായത് ഓട്സ് എടുത്തതിൻ്റെ പകുതി ഭാഗം കടലമാവ് എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തോ കേട്ടോ, കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ തരിതരി ഒന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സ്ക്രബ്ബ് വേറെ യൂസ് ചെയ്യാം നമുക്ക്. മാത്രമല്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തരിയൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഡെയിലി ചെയ്യേണ്ടതല്ലേ. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം. ഒരു 3 മാസം വരേക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കും. പിന്നെ വെള്ളമൊന്നും പാടില്ല കേട്ടോ നമ്മൾ ഈ വെക്കുന്ന കണ്ടെയ്നറിനകത്ത്. പിന്നെ ഡെയിലി ഇതിനകത്ത് നിന്ന് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നനഞ്ഞ കൈ കൊണ്ടൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ചീത്തയായി പോവും. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ സ്പൂൺ കൊണ്ട് തന്നെ എപ്പോഴും എടുത്താൽ മതി. അല്ലാതെ നമ്മൾ കൈ വെച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ ഇത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ പൗഡർ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെറും വെള്ളം മതി, പച്ചവെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടി വേണ്ട കേട്ടോ. കട്ടി അധികം വേണ്ടാന്ന് പറഞ്ഞത് ഓട്സ് ഉള്ളതുകൊണ്ട് വേഗം തന്നെ കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് മുഖത്തിട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് എടുക്കാൻ പറഞ്ഞത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ചെറിയ ചൂടുവെള്ളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്കൊന്ന് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മിക്സ് ചെയ്ത ഉടനെ തന്നെ തേക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഓട്സ് ഉള്ളതുകൊണ്ട് വളരെ വേഗം കട്ടിയായി പോവും. നന്നായിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാറുണ്ട് സാധാരണ. കഴുത്തിലെ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണേ ഈ പാക്ക്. മുഖത്ത് ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്താൽ മാത്രം മതി. നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വിടേണ്ട കാര്യമില്ല. കാരണം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഓട്സ് ഉള്ളതുകൊണ്ട് ഫേസിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഡ്രൈ ആവാൻ വിടണ്ട. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കഴുകിക്കളയാം. നല്ലൊരു പാക്കാണ് കേട്ടോ. എപ്പോഴും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ്. മാത്രമല്ല നല്ല സപ്പിളായിട്ടിരിക്കും. ഡ്രൈ സ്കിൻകാരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം. കണ്ടോ, വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. രാവിലെയും വൈകിട്ടും ഓരോ തവണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും.
സ്കിൻ നല്ല സോഫ്റ്റ് ആകും, പിന്നെ കളർ വയ്ക്കുന്നതിനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.